അതേ, എല്ലാവരും എന്നാ പറയണോ, ഒരു ചെറിയ വെയിലൊക്കെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ പിള്ളേരെ സ്കൂളിൽ നിന്നും കൂട്ടിയിട്ട് ഐസ്ക്രീം കഴിക്കാൻ നിർത്ത് പുറത്തിറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു കടയാണേ. കണ്ടില്ലേ എന്തോരം ഫ്ലേവേഴ്സാണ്. ഫ്രൂട്ട്സിൻ്റെയും അല്ലാത്തതും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ മാറി മാറി ട്രൈ ചെയ്യാമല്ലോ. എന്തായാലും ഞാനിന്ന് ട്രൈ ചെയ്തത് പിസ്തയും മാംഗോ ആണ് കേട്ടോ. എനിക്ക് മാംഗോയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ വാങ്ങിച്ച് ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു പാർക്കിൽ പോയിരുന്നൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വയ്യ വീട്ടിൽ വന്നത്. വീട്ടിലെത്തിയപ്പോൾ വിചാരിച്ച് എന്തായാലും ഇച്ചിരി ബിരിയാണി ഉണ്ടാക്കിയേക്കാന്ന്. ഞാനേ ക്യാമറ ഓൺ ചെയ്ത് വെച്ചതറിയാതെ എൻ്റെ കെട്ടിയോ വന്നാണ് കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് കട്ട് ചെയ്യണ്ടെന്ന്. വേറൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതല്ലേ കുടുംബം. നമ്മൾ ഈ പെണ്ണുങ്ങൾ തന്നെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തൊക്കെയായിരിക്കില്ല ചിന്ത. തല ഒരു സമയമെങ്കിലും മര്യാദയ്ക്ക് ചിന്തിക്കാറുണ്ടോ? ഇല്ലല്ലോ. പിള്ളേരുടെ കാര്യമായിട്ടും കുടുംബത്തിലെ കാര്യമായിട്ടും നാട്ടുകാരുടെ കാര്യമായിട്ടും ജോലിയിലെ കാര്യമായിട്ടൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ തല പെരുത്ത് കിടക്കുകയായിരിക്കും. പക്ഷേ ഇവർ ഈ അടുക്കളയിലുണ്ടെങ്കിലേ നമ്മൾ ഹെൽപ്പൊന്നും ചെയ്യണ്ടെന്നേ, ചുമ്മാ അതും ഇതൊക്കെ പറഞ്ഞൊന്ന് വർത്താനം പറഞ്ഞ് കൂടെ ഇരുന്നാലും മതി. ഇനിയിപ്പോൾ ഹെൽപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം ഈ സ്വന്തം ഉണ്ടാക്കി കഴിച്ച് കഴിച്ച് നമ്മളും മടുക്കത്തില്ലേ. പിന്നെ ചില കെട്ടിയന്മാരുണ്ട്, ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള പണിയേ അല്ല, എനിക്കിതൊന്നും അറിയത്തില്ലെന്നുള്ള എക്സ്ക്യൂസും പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പണിയൊന്നും വേണ്ടെന്നേ, ചുമ്മാ അടുക്കളേക്കടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങി എന്തെങ്കിലുമൊക്കെ രണ്ട് കൊച്ചു വർത്താനം പറഞ്ഞ് വെറുതെ ഭാര്യമാരുടെ കൂടെ ഒന്ന് ഇരുന്ന് നോക്ക്. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിനും കടന്നു പോകുന്ന നിമിഷങ്ങൾക്ക് ഒരുപാട് ഭംഗിയുള്ളതായിട്ട് തോന്നും. സംശയം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കിക്കോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കില്ലേ ഇതൊക്കെ ഇനിയിപ്പോൾ നീ പറഞ്ഞിട്ട് വേണം ഞങ്ങളറിയാമെന്ന്. ചുമ്മാ പറഞ്ഞതേ ഉള്ളന്നേ. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.